ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പാർവതീസ് ബൈ പാർവതി മുരളീധരൻ. ഇന്ന് DIY ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ DIY ഇതാ ഈ ഇയറിംഗ് ആണ്. എല്ലാവർക്കും കാണാമോ? ഈ ഇയറിംഗ് ആണ്. ഇതെന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതല്ലേ, ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ഇയറിംഗ് ഉണ്ടാക്കുന്നത് യുജാല ക്രിസ്പ് ആൻഡ് ഷൈൻ്റെ ഒഴിഞ്ഞ ഈ ബോട്ടിൽ വെച്ചാണ്. അപ്പോൾ അതാദ്യമായിട്ട് ഇതിൻ്റെ ഈ പുറത്തെ കോട്ടിംഗ് ഒന്ന് പ്ലാസ്റ്റിക് കവർ അതൊന്ന് റിമൂവ് ചെയ്ത് ക്ലീൻ ആക്കി എടുക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ 2 പീസ് വെട്ടിയെടുക്കുക. ഇനി ഷേപ്പ് പിന്നീട് ഈ അക്രിലിക് കളർ ഉപയോഗിച്ച് ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കും. ഞാനിങ്ങനെ 2 ഷേപ്പാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ അതിലിനിയും ഈ അക്രിലിക് കളർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഒരു എക്സ്ക്യൂസ് നേരത്തെ എടുത്തോട്ടെ, എൻ്റെ പെയിൻ്റ് എല്ലാം ഡ്രൈ ആയതാണ്, ഹാഫ് ഡ്രൈഡ് ആണ്, അതുകൊണ്ട് അത്ര ഫിനിഷിങ് വരില്ല. പിന്നെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതങ്ങ് യൂസ് ചെയ്തതേ ഉള്ളൂ. പെയിൻറ്റ് ഉണങ്ങിയതാണ്, അതുകൊണ്ട് അത്ര ഫിനിഷിങ് വരത്തില്ല. അപ്പോൾ നിങ്ങൾ നല്ല ഫ്രഷ് പെയിൻറ്റ് ഉപയോഗിച്ച് ചെയ്യുക, നല്ല ഭംഗിയായിട്ട് വരും. പെയിൻറ്റോ നെയിൽ പോളിഷോ ഉപയോഗിച്ച് നമുക്ക് പെയിൻറ്റ് ചെയ്യാം. ഇപ്പം വെയിറ്റ് നമുക്ക് ഈ ബോട്ടിലും അതല്ലാതെ നമ്മുടെ മിനറൽ വാട്ടറിൻ്റെയോ എനി വാട്ടർ ബോട്ടിൽ ഏത് വേണമെങ്കിലും ഇതുപോലെ ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുത്ത് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് അടിച്ചു കൊടുത്ത് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ 3 കളറിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പും ഇഷ്ടമുള്ള കളേഴ്സും യൂസ് ചെയ്ത് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുത്ത് നമുക്ക് ചെയ്യാം. അപ്പം ഞാനിവിടെ ഈ 3 കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എൻ്റെ പെയിൻറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ എക്സ്ക്യൂസ് എടുത്തല്ലോ, അതുകൊണ്ട് ഫിനിഷിങ് വലുതായിട്ടുണ്ടാവില്ല. നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു ഐഡിയ തരാൻ വേണ്ടി ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഞാനത് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. പെയിൻറ്റ് ചെയ്തിട്ട് ഉണങ്ങാൻ വെക്കുക. ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇനി ആവശ്യമുള്ള സാധനങ്ങൾ ഈ ജംപ് റിങ്സ് 2 എണ്ണം, ഇയർ ഹുക്ക് 2 എണ്ണമാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇനി ഒരു സൂചിയോ അല്ലെങ്കിൽ ഒരു പപ്പടം കുത്തി ചൂടാക്കി ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. 2നും ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം ആ ഹോളിലൂടെ ഈ ജംപ് റിങ് അകത്തി അത് കടത്തി ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ജംപ് റിങ് ഞാൻ കടത്തി 2ലും. ഇനി നമുക്ക് ഈ ജംപ് റിങ്ങിലേക്ക് ഇയർ ഹുക്ക് ഘടിപ്പിക്കുക. സിമ്പിളാണ്, ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് പെയിൻറ്റ് ചെയ്ത് ഡിസൈൻ ചെയ്തെടുക്കുന്ന ജോലി മാത്രമേ ഉള്ളൂ. ഇയർ റിങ്ങിൻ്റെ എല്ലാ മേക്കിംഗ് പ്രൊസീജിയർ സെയിം ആണ്. അപ്പോൾ നമ്മൾ ഇയർ ഹുക്ക് അതിലോട്ട് കടത്തി ജംപ് റിങ് അടുപ്പിച്ചു കൊടുക്കുന്നു. അപ്പോൾ നമ്മളുടെ ഇയറിംഗ് ഇവിടെ റെഡിയാകും. അതിനുശേഷം നമുക്കിത് വേറൊരു സജഷൻ പറയുകയാണെങ്കിൽ, നമുക്ക് ഈ ജംപ് റിങ് കടത്തിയതിന് ശേഷം പെയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പെയിൻറ്റ് ഇളകിപ്പോകില്ല. പിന്നെ നമുക്ക് ഇത് മൊത്തം ഉണങ്ങിയതിന് ശേഷം ഒരു കോട്ട് വാർണിഷ് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ പെയിൻറ്റ് ഇളകിപ്പോകാതെ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും, ഒരു ഷൈനിങ്